ഹായ് എവ്രിവൺ, വെൽക്കം ടു ലീഫ്ലർ. ഇപ്പോൾ 7 മണിയായി. നമുക്കിന്നൊരു ചെറിയൊരു ട്രക്കിങ്ങിന് പോവാം. നമ്മൾ ഇന്ന് ട്രെക്ക് ചെയ്യാൻ പോകുന്നത് റാണിപുരം ഹിൽ സ്റ്റേഷനിലേക്കാണ്. അങ്ങനെ ഒരു ഞായറാഴ്ച രാവിലെ ഞങ്ങൾ നീലേശ്വരത്ത് നിന്ന് റാണിപുരത്തേക്ക് യാത്ര തുടങ്ങി. രാവിലെ കാലാവസ്ഥ വളരെ മനോഹരമായിരുന്നു. നഗരത്തിന്റെ തിരക്കുകളും ശബ്ദങ്ങളും പിന്നിലാക്കി മുന്നോട്ട് പോകുമ്പോൾ ചുറ്റുമുള്ള കാഴ്ചകൾ പതിയെ മാറാൻ തുടങ്ങി. പച്ച നിറഞ്ഞ മലനിരകൾ, മേഘങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന തണുത്ത കാറ്റ്, കണ്ണു കാണുന്നിടത്തോളം പരന്നു കിടക്കുന്ന പ്രകൃതി. അതുകൊണ്ടാണ് റാണിപുരത്തെ കേരളത്തിന്റെ ഊട്ടി എന്ന് വിളിക്കുന്നത്. റോഡിന്റെ ഇരുവശവും പച്ച നിറഞ്ഞ മരങ്ങൾ, ചെറിയ ഗ്രാമങ്ങൾ, റബ്ബർ തോട്ടങ്ങൾ, മഴ നനഞ്ഞ മണ്ണിന്റെ മണം ഓരോ നിമിഷവും യാത്രയെ കൂടുതൽ മനോഹരമാക്കി. ഈ യാത്രയിൽ എനിക്കൊപ്പം ഒരു വ്യക്തിയും ഉണ്ടായിരുന്നു. ഒറ്റക്ക് പോയിരുന്നെങ്കിൽ ഈ യാത്ര ഇത്ര സ്പെഷ്യൽ ആകില്ലായിരുന്നു എന്ന് തോന്നി. വഴിയിലുണ്ടായ ചെറിയ തമാശകളും ചിരികളും സംസാരങ്ങളും കൊണ്ട് ദൂരം പോലും അറിയാതെ പോയി. ചില യാത്രകൾ സ്ഥലങ്ങൾ കൊണ്ടല്ല മനോഹരമാകുന്നത്, നമ്മളോടൊപ്പമുള്ള ആളുകൾ കൊണ്ടാണ്. റാണിപുരത്തിനടുത്തെത്തുമ്പോൾ കാലാവസ്ഥ പൂർണ്ണമായി മാറി. തണുത്ത കാറ്റ് മുഖത്തേക്ക് ശക്തമായി അടിക്കാൻ തുടങ്ങി. മരങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന വെള്ള നിറമുള്ള മഞ്ഞ് കണ്ടപ്പോൾ അതൊരു സിനിമാ ഫ്രെയിം പോലെ തോന്നി. ചില സമയങ്ങളിൽ മുന്നിലെ വഴി പോലും വ്യക്തമായി കാണാനായില്ല. പക്ഷെ ആ മഞ്ഞാണ് റാണിപുരത്തിന്റെ യഥാർത്ഥ ഭംഗി. ട്രക്കിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിന്നു. ടിക്കറ്റ് എടുത്ത് തിരികെ വന്നതോടെ ട്രക്കിംഗ് ആരംഭിച്ചു. ആദ്യത്തിൽ എളുപ്പമെന്നായിരുന്നു തോന്നിയത്. പക്ഷെ കുറച്ചു ദൂരം കയറിയപ്പോഴേക്കും യഥാർത്ഥ ബുദ്ധിമുട്ട് മനസ്സിലായി. കുത്തനെ കയറേണ്ട വഴികൾ, വഴുക്കുന്ന മണ്ണ്, കല്ലുകൾ നിറഞ്ഞ പാതകൾ. തണുത്ത കാലാവസ്ഥയാണെങ്കിലും ശരീരം മുഴുവൻ വിയർപ്പായി. ഓരോ കുറച്ച് മിനിറ്റുകൾക്കൊന്ന് നിൽക്കേണ്ടി വന്നു. കാലുകൾ വേദനിച്ചു. ഇനി എത്ര ദൂരം എന്ന ചിന്ത പലവട്ടം മനസ്സിൽ വന്നു. സാറ്റർഡേ സൺഡേ ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന ദിവസങ്ങളാണ്. ഫ്രണ്ട്സ് ഗ്രൂപ്പുകളും കുടുംബങ്ങളും എല്ലായിടത്തും കാണാം. വണ്ടികളുടെ നീണ്ട നിരയും ആളുകളുടെ ശബ്ദവും ഉണ്ടായിരുന്നെങ്കിലും പ്രകൃതിയുടെ ഭംഗി അതൊന്നും കുറച്ചില്ല. മേഘങ്ങൾ നമ്മുടെ അടുത്തുകൂടി പോകുന്ന പോലെ തോന്നി. ചില സമയങ്ങളിൽ നമ്മൾ മലമുകളിലല്ല, മേഘങ്ങൾക്കുള്ളിലാണോ എന്ന് പോലും തോന്നിപ്പോയി. റാണിപുരം കാസർഗോഡിന്റെ മഞ്ഞിൽ മറഞ്ഞിരിക്കുന്ന ഒരു ചെറിയ സ്വർഗം. പശ്ചിമഘട്ടത്തിന്റെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം പ്രകൃതിയുടെ യഥാർത്ഥ ഭംഗി എന്താണെന്ന് നമ്മളെ അനുഭവിപ്പിക്കുന്ന ഇടമാണ്. ചുറ്റും മുഴുവൻ നിശബ്ദത, കാറ്റിന്റെ ശബ്ദവും ദൂരെയുള്ള പക്ഷികളുടെ വിളിയും മാത്രം. ഒടുവിൽ മുകളിൽ എത്തി നിൽക്കുമ്പോൾ ആ ഒരു നിമിഷം എല്ലാ ക്ഷീണവും മറന്നു. മുകളിൽ നിന്ന് കാണുന്ന കാഴ്ച വാക്കുകളിൽ വിവരിക്കാനാകാത്തത്ര മനോഹരമായിരുന്നു. മേഘങ്ങൾ മലകളെ സ്പർശിച്ചു നീങ്ങുന്നു. മുഖത്തേക്ക് അടിക്കുന്ന തണുത്ത കാറ്റ്, ചുറ്റും കണ്ണ് കാണുന്നിടത്തോളം പച്ച നിറഞ്ഞ പ്രകൃതി. ട്രക്കിങ്ങിന്റെ വേദനയും ക്ഷീണവും എല്ലാം ആ ഒരു നിമിഷത്തിൽ അവസാനിച്ചു. മുകളിലെത്തി നിന്നപ്പോൾ മനസ്സിലുണ്ടായത് സന്തോഷം മാത്രം. ഈ യാത്ര എടുത്തത് ജീവിതത്തിൽ ഏറ്റവും നല്ല തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു എന്നൊരു തോന്നൽ. ജീവിതത്തിൽ ചില യാത്രകൾ ഫോട്ടോകൾക്കായല്ല, മനസ്സിനായാണ്. റാണിപുരം അത്തരം ഒരു സ്ഥലമാണ്. പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക്, സമാധാനം തേടുന്നവർക്ക്, ജീവിതത്തിൽ മറക്കാനാകാത്തൊരു അനുഭവം ആഗ്രഹിക്കുന്നവർക്ക് റാണിപുരം തീർച്ചയായും ഒരിക്കലെങ്കിലും അനുഭവിക്കണം. അപ്പോൾ അടുത്ത യാത്ര എവിടേക്കാണ്?